മുസ്ലിം കേട്ടില്ല ഒന്നര മുസ്ലിം വിഭാഗം മൈനോറിറ്റി ആയിട്ടുള്ള രാജ്യങ്ങൾ ആ രാജ്യങ്ങളിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. അത് എന്തിനാണെന്നുള്ള ചോദ്യം. എക്സാമ്പിൾ പറയും. ആരെ ഒഴിവാക്കിയത്? ഈ പ്രതിപക്ഷ പാർട്ടി ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ്, ഈ സിഎ എതിർക്കുന്ന ഉന്നയിക്കുന്ന ഒരു ആരോപണം. 3 രാജ്യങ്ങൾ, ഒന്ന് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നു. അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യമല്ല, എന്നിട്ടും അതിനെ ഉൾപ്പെടുത്തി. അതേസമയം മുസ്ലിങ്ങൾ മൈനോറിറ്റി ആയിട്ടുള്ള മറ്റ് രാജ്യങ്ങൾ, ഇപ്പോൾ റോഹിംഗ്യൻ മുസ്ലിംസിന്റെ വിഷയങ്ങളുണ്ടല്ലോ, നമ്മുടെ പാർട്ടിഷനിലെ നമ്മുടെ ഉത്തരവാദിത്വം ആരോടാണ്? നമ്മുടെ അന്നുണ്ടായിരുന്ന ഒരു ലാർജർ ടെറിട്ടറിയോടാണ്. അന്നുണ്ടായിരുന്ന ലാർജർ ടെറിട്ടറി രണ്ടായപ്പം അവർ തമ്മിലാണ് ഉത്തരവാദിത്വം. നമ്മൾ ചുറ്റുമുള്ള ശ്രീലങ്കയിലോ ഏതാണ് അതല്ല അല്ല അതിൻ്റെ റീസൺ അത് തന്നെയാണ്. അഫ്ഗാനിസ്ഥാൻ ഒരു മുസ്ലിം രാഷ്ട്രമാണ്. അഫ്ഗാനിസ്ഥാൻ നമ്മുടെ ചേർന്ന് ബൗണ്ടറി കിടക്കുന്ന ഏറ്റവും കൂടുതൽ അങ്ങനെയില്ല. അങ്ങനെയുള്ള ഞാൻ ചൈന നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഇല്ലേ, സൗദി അറേബ്യക്ക് എത്ര ദൂരെ കിടക്കുന്നു? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇത്രയൊക്കെ പറയുന്നുണ്ടല്ലോ, ഇത്രയൊക്കെ ഞാൻ പറയുന്നല്ലോ. ഈ 143 കോടി ജനങ്ങളുള്ളിടത്ത് ചുറ്റുമുള്ള എല്ലാ രാജ്യത്തും ഇങ്ങോട്ട് കയറ്റി വിടണമെന്ന് നിങ്ങൾ പറയുന്നതിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ സൗദി അറേബ്യയിലുള്ള രാജ്യങ്ങളിൽ നിങ്ങൾ എത്ര മുസ്ലിങ്ങളെ അങ്ങോട്ട് കയറ്റുന്നത്? നിങ്ങൾക്ക് വിസ കൊടുത്തപ്പോൾ ചോദിച്ചാൽ പോലും തരത്തില്ലല്ലോ. നിങ്ങൾ ഇന്ത്യയോട് മാത്രം പറയുന്നു, അവരെല്ലാവരും ഇങ്ങോട്ട് കയറ്റാൻ പറയും. എന്താ കേട്ടില്ല എനിക്ക്. ആണ് നമുക്ക് ചോദിക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യമുണ്ട്. നമ്മളേറ്റവും പോപ്പുലസ് നേഷൻ, നമുക്കിനി അങ്ങോട്ട് താങ്ങൂല. നമ്മളിവിടെ ഒരുപാട് പേര് ഈ തുറന്ന ബോർഡറിൽ കൂടെ കയറിയിട്ട്, പർട്ടിക്കുലർലി ഈസ്റ്റേൺ ബോർഡറിൽ കൂടെ കയറിയിട്ട് നമ്മളിവിടെ വേണ്ടാത്ത കുട്ടിച്ചോറൊക്കെ ഉണ്ടാക്കുകയാണ്. അവർ ടെററിസം ചെയ്യുന്നവരും, അല്ലെങ്കിൽ ഡ്രഗ് കച്ചവടം ചെയ്യുന്നവരും, അല്ലെങ്കിൽ ഇല്ലീഗൽ ആക്ടിവിറ്റി ആർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വമ്പിച്ച ജനത കയറി നമ്മുടെ രാജ്യത്തെ മലീമസമാക്കുകയാണ്. ആരെങ്കിലും ഇതൊന്ന് ഇടപെടണ്ടേ? നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ട് അത് കൃത്യമായിട്ട് നമ്പർ അറിയണ്ടേ? അത് വേണ്ടേ? ആരെങ്കിലും ചെയ്യണ്ടേ? ഒരു കൃത്യത വേണ്ടേ? ഒരു ആധാർ ഐ ഡി വെച്ച് കണക്ക് കിട്ടുമ്പോൾ 143 കോടി എത്ര നമ്പറെന്ന് കൃത്യമായിട്ട് പറയണ്ടേ? എത്ര പേര് മരിച്ചു എന്നറിയണ്ടേ? എത്ര പേര് പൂറാണെന്ന് അറിയണ്ടേ? എത്ര പേർക്ക് DBT ബെനിഫിറ്റ് കൊടുക്കണമെന്ന് അറിയണ്ടേ? എത്ര പേര് ഫോറിനേഴ്സ് ഉണ്ടെന്ന് നമുക്കറിയണ്ടേ? ഒരു കൺട്രിയെ ചിട്ടപ്പെടുത്തട്ടെ. ഇത് പറയുമ്പോൾ എനിക്ക് തോന്നിയത്, ഞാൻ കാലിക്കറ്റ് ചെന്നപ്പോഴത്തേക്ക് എത്ര കോളേജ് ഉണ്ടെന്നറിയില്ലായിരുന്നു, എത്ര സ്കൂളുണ്ടെന്നറിയില്ലായിരുന്നു, എത്ര കുട്ടികളുണ്ടെന്നറിയില്ലായിരുന്നു, എത്ര പരീക്ഷ നടത്തിയെന്നറിയില്ലായിരുന്നു, എത്ര റിസൾട്ട് കൊടുക്കാനുണ്ടെന്നറിയില്ലായിരുന്നു. ഒരു കണക്കുമില്ലായിരുന്നു. ഇറ്റ് വാസ് ടോട്ടൽ ലേസിസ് ആയിരുന്നു, ലീഡർലെസ് സിറ്റുവേഷൻ ആയിരുന്നു. അത് ചിട്ടപ്പെടുത്തണ്ടേ? ഒരു രാജ്യമാവണ്ടേ? സോവറിൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് പറയുന്നത്, പരമാധികാര രാജ്യം എന്ന് പറഞ്ഞാൽ എന്നതാ? ആദ്യം വേണ്ടത് ഒരു സ്ട്രിക്റ്റ് വെൽ ഡിഫൈൻഡ് ബൗണ്ടറി. ആ ബൗണ്ടറി അകത്തുള്ളവൻ്റെ എണ്ണം, വെളിയിൽ നിന്ന് വന്നവൻ്റെ എണ്ണം, ഇല്ലീഗലായിട്ട് കയറിയവൻ്റെ എണ്ണം, അതല്ലേ ആദ്യത്തേത്. അത് നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ ചെയ്യണ്ടേ? അവിടെ നമ്മൾ മതം പറഞ്ഞിട്ട് നമ്മുടെ രാഷ്ട്രത്തെ ചെറുതാക്കുന്നത് ശരിയാണോ? ഞാൻ അത്രയും അതിനെപ്പറ്റി പറയുന്നുള്ളൂ. വേറെ ഇല്ല, അങ്ങനെയല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയല്ല. മതത്തിൽ ഒരു മതത്തിനോടുള്ള ദോഷമാണ്, എതിർപ്പാണെങ്കിൽ നിങ്ങൾ കാണില്ലായിരുന്നു. 10 കൊല്ലം മുസ്ലിങ്ങളെ എത്ര ഭംഗിയായിട്ടാണ് ഇവിടെ കൈകാര്യം ചെയ്തത്. കോമൺ റൈറ്റ്സും സ്പെഷ്യൽ റൈറ്റ്സും ബോത്ത്. കോമൺ റൈറ്റ്സ് എല്ലാവർക്കും ഉള്ളതാണ്, സ്പെഷ്യൽ റൈറ്റ്സ് മൈനോറിറ്റീസിനുള്ളതാണ്, മൈനോറിറ്റി മിനിസ്ട്രി ഉള്ളതാണ്, മൈനോറിറ്റി സ്പെഷ്യൽ ഫണ്ട് ഉള്ളതാണ്. എത്ര സേഫായിട്ടാണ്, എത്ര ഭംഗിയായിട്ടാണ് ഇവിടുത്തെ മൈനോറിറ്റീസിനെ ഇന്ത്യ ഗവൺമെൻറ് കൈകാര്യം ചെയ്യുന്നത് എനിക്ക് നന്നായിട്ടറിയാം. എത്ര അത് ഈ പറഞ്ഞ മുസ്ലിം എന്നുള്ള വേർഡ് എന്തുകൊണ്ട് മുസ്ലിമിനെ കയറ്റുന്നില്ല? മുസ്ലിമിനെ കയറ്റാത്തത് അവർ മൈനോറിറ്റി അല്ലാത്തതുകൊണ്ടാണ് കയറ്റാത്തത്. അപ്പോൾ നിങ്ങൾ ചോദിക്കാം അഫ്ഗാനിസ്ഥാനിൽ എന്ത് കയറ്റിയെന്നൊക്കെ ഒരുപാട് ചോദിക്കാം. അതിനൊക്കെ ഒരു ഭരിക്കുന്ന സംവിധാനത്തിന് ഒരു സിറ്റുവേഷനിൽ സ്പെസിഫിക് റീസൺസ് കാണും. അതെല്ലാം എനിക്ക് പഠിച്ച് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഒരു കാര്യം വളരെ വളരെ ക്ലിയറാണ്. പാർട്ടിഷൻ സമയത്ത് അണ്ടർസ്റ്റാൻഡിങ് പ്രോപ്പറായിട്ട് നടപ്പാക്കാൻ ശ്രമിച്ച ആദ്യത്തെ പ്രൈം മിനിസ്റ്ററാണ് നരേന്ദ്രമോദി. സംശയമൊന്നുമല്ല, ഹിസ്റ്ററി അങ്ങനെ റെക്കോർഡ് ചെയ്യും.
അതൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് വല്ല വിഷയങ്ങളാണ്. ഈ ലോകത്ത് ഈ എൻസൈക്ലോപീഡിയ പോലെ എല്ലാം പിടിച്ച് റീകോൾ ചെയ്ത് നിങ്ങൾക്ക് തരാനുള്ള ബുദ്ധിയും ശക്തിയൊന്നും എനിക്കില്ല. നിങ്ങൾക്ക് അല്ല ഞാൻ പറയാം ഇതൊക്കെ നമുക്കറിയാം. സെൻസസ് നടത്താതിരിക്കാൻ പല കാര്യങ്ങളും കാണും, പല റീസൺസും കാണും. നിങ്ങൾ നോക്കിക്കോളൂ, ഇതുപോലെ ഇറഗുലറായി കിടക്കുന്ന സർവ്വ കാര്യങ്ങളും റെഗുലറാക്കി ചിട്ടപ്പെടുത്തി എണ്ണമെടുത്ത് ഈ DBT ചെയ്യുന്ന പോലെ കമ്പ്യൂട്ടറൈസ് ചെയ്ത് എല്ലാ മനുഷ്യരിലും എത്തുന്ന ഒരു പ്രൈം മിനിസ്റ്റർ മെസ്സേജ് ഉണ്ടെങ്കിൽ 143 കോടിക്ക് എത്തുന്ന രീതിയിലുള്ള ഒരു സംവിധാനമായിട്ട് മാറും. അതുകൊണ്ടാണ് ഇന്ന് ലോകത്തിലെ 192 രാജ്യങ്ങളിലെ ടോട്ടൽ ഫിൻടെക് മാനേജ്മെൻറ്റ് ട്രാൻസാക്ഷനിൽ 45% ഇന്ത്യയിലാണ്. നമ്മൾ 143 കോടിയെങ്കിൽ ലോക ജനസംഖ്യ 808 കോടിയാണ്. പക്ഷേ ഫിൻടെക് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന സർവ്വം കൂടെ എടുത്തു കഴിഞ്ഞാൽ 45% ഇന്ന് ഇന്ത്യയിലാണ്. അത് കൊണ്ടുവരാൻ തുടങ്ങിയപ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷം എന്താ പറഞ്ഞത്? ചിരിച്ചു, ഒരു മിനിസ്റ്റർ ചിരിച്ചു, ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ഇത് ചെയ്യുമോ, വെണ്ടർ ഇത് ചെയ്യുമോ എന്ന് ചോദിച്ച ഒരു മിനിസ്റ്ററുണ്ട്, ഞാൻ പേര് പറയുന്നില്ല. എന്നിട്ടിപ്പോൾ എന്തായി? 10 കൊല്ലം കഴിഞ്ഞപ്പോൾ നോക്കിക്കോളൂ, നിങ്ങൾക്കും എനിക്ക് ഈ സാധനം ഉണ്ടെങ്കിൽ പഠിക്കാം, പരീക്ഷ എഴുതാം, ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് നടത്താം, നിങ്ങൾക്ക് എന്ത് ചെയ്യണമെങ്കിലും ചെയ്യാം. ഇനി കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഇതില്ലാതെ പോയാലും നിങ്ങളെ കാണുമ്പോൾ തന്നെ നിങ്ങളെ ഡിറ്റക്റ്റ് ചെയ്യുകയും നിങ്ങൾക്ക് ഡിക്റ്റേറ്റ് ചെയ്യുകയും ചെയ്യാവുന്ന കാലാവസ്ഥയിലേക്ക് ടെക്നോളജി എനേബിൾഡ് ഇന്ത്യ വളരെ വളരെ വലുതാവും. അത് മാത്രമല്ല, ഇന്ത്യൻ ടെക്നോളജി സെയിൽ ചെയ്ത് വി ആർ ഗെറ്റിംഗ് ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി. നിങ്ങൾക്കറിയാം, G20 രാജ്യങ്ങൾ വന്നപ്പം നമ്മുടെ ഈ പറഞ്ഞ 10-30 ആപ്പ് ബേസ്ഡ് ഫിൻടെക് ടെക്നോളജി മാനേജ്മെൻറ്റ് പല രാജ്യങ്ങളും വാങ്ങുമ്പോൾ എന്ത് പറ്റും? നമുക്ക് കോടിക്കണക്കിന് ഡോളേഴ്സ് ഇങ്ങോട്ട് കിട്ടും. ഈ ടെക്നോളജി നമ്മൾ ടൈലർ ചെയ്ത ടെക്നോളജി, നിങ്ങളൊരു ആപ്പ് ഉണ്ടാക്കിയിട്ട് വേറൊരാൾക്ക് വിൽക്കുന്ന പോലെ സീരീസ് ഓഫ് ആപ്പ് എല്ലാം കൂടെ ഇൻവോൾവ് ചെയ്യുന്ന ആധാർ, പാൻ, മണി ഇതെല്ലാം കൂടെ ചേർന്നുള്ള ഒരു ഗവേണൻസ് മാനേജ്മെൻറ്റ് പാക്കേജ്. അത് വിറ്റാൽ തന്നെ നമുക്ക് എന്തുമാത്രം പൈസ കിട്ടും. നമ്മുടെ ഡെവലപ്മെൻറ്റ് സൗത്ത് പോളിൽ നമ്മൾ ഇറങ്ങിയതിൻ്റെ സിഗ്നിഫിക്കൻസ് നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. അതുപോലെ മറ്റാരും ടച്ച് ചെയ്യാത്ത എല്ലാ മേഖലയിലും ടച്ച് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഗവേണൻസും ഒരു ഹൈ ക്വാളിറ്റി എക്സ്പെർട്ട് അഡ്വൈസ് ഗ്രൂപ്പും ഇന്ന് ഡൽഹിയിലുണ്ട്.